ഹായ് ഗായ്സ്, ഇനഫ് ടോക്കിൻ്റെ ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് 15 ദിവസത്തെ ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇനി പറയുന്നത് കേൾക്കുക. ആദ്യം ഒന്ന് പറയട്ടെ, ഇത് നമ്മുടെ രണ്ടാമത്തെ ബാച്ചാണ്. ആദ്യത്തെ ബാച്ചിലെ കുട്ടികളുടെ അഭിപ്രായമാണ് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാനുള്ളത്. ഓക്കെ, അതായത് ഇപ്പോൾ നോക്കൂ, വളരെ ഉപകാരപ്പെട്ടു. ക്ലാസ്സിനെ പറ്റി ചോദിച്ചപ്പോൾ കുട്ടികൾ പറയണം വളരെ ഉപകാരപ്പെട്ടു, വളരെ നല്ല ക്ലാസ് ആയിരുന്നു, അതിൻ്റെ നോട്ട്സൊക്കെ നോക്കി മോന് പഠിക്കുന്നുണ്ട്, അവിടെ വളരെ യൂസ്ഫുൾ ആയിരുന്നു, ഉപകാരപ്പെട്ടു, നല്ല യൂസ്ഫുൾ ആയിരുന്നു, വെരി യൂസ്ഫുൾ ഇൻ ഡെയിലി ലൈഫ് എന്ന് പറഞ്ഞു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു, ഗുഡ് ക്ലാസ് ആയിരുന്നു, നല്ല ക്ലാസ് ആയിരുന്നു, വളരെ ഉപകാരപ്രദമായ ക്ലാസ് ആയിരുന്നു. ഇതൊന്നും നമ്മൾ പറയിപ്പിച്ചതല്ല. നിങ്ങൾക്ക് അഭിപ്രായം എന്താണെന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾ പറഞ്ഞതാണ്. വെറുതെ ഇതിങ്ങനെ പറയില്ല, നിങ്ങൾക്ക് അറിയുന്നതല്ലേ. അപ്പോൾ നമ്മൾ ക്ലാസ് വെറുതെ കൊടുക്കുന്നതല്ല, ഫ്രീ ക്ലാസ് ആണെങ്കിലും ശരി വെറുതെ കൊടുക്കുന്നതല്ല, നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയോടെ തന്നെയാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ കയറിയാൽ, ഈ ഒരു ബാച്ചിൽ കയറിയാൽ നിങ്ങൾക്ക് ഈ ഒരു ഫ്രീ കോഴ്സ് ചെയ്താൽ എന്തൊക്കെ ഉപകാരം ഉണ്ടായിരിക്കും അതൊക്കെ പറയാം. ഇനി ചില ആളുകൾക്ക് ഡൗട്ട്, എന്തിനാ അത്ര നല്ല ക്ലാസ്സൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കണേ എന്നുള്ള 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഓഫ് കോഴ്സ് നമ്മുടെ ക്ലാസ്സിൻ്റെ ക്വാളിറ്റി എല്ലാവരും ഒന്ന് അറിയണം, ഒന്നത്. പിന്നൊന്ന്, വളരെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, ഈ സമാർ വാസ് വേർ പോലുള്ള കാര്യങ്ങൾ. ഇതൊന്നും ഒരാളും പൈസ കൊടുത്തിട്ട് പഠിക്കരുത് എന്നുള്ളൊരു ധാരണ. കാര്യം ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്, വളരെ ബേസിക് ആയിട്ടുള്ള നോട്ടുകളായിരിക്കും, പക്ഷെ അതിനൊക്കെ വലിയ ഫീസ് മേടിച്ചിട്ട് പഠിക്കുന്നതായിട്ട് ഞാൻ കാണാറുണ്ട്. അപ്പോൾ അത് അത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെങ്കിലും ഫ്രീ ആയിട്ട് എല്ലാവർക്കും കിട്ടണം, അതും ക്വാളിറ്റിയോടെ തന്നെ കിട്ടണം, നല്ല ക്വാളിറ്റിയോടെ തന്നെ കിട്ടണം എന്നുള്ള ഒരു ഉദ്ദേശമുണ്ട്. ഓക്കെ, ശരി. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇനി നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ചേർന്നാൽ എന്തൊക്കെയാണ് കിട്ടുക എന്നുള്ളതാണ്. ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഗ്രാമർ. ഞാൻ പറഞ്ഞല്ലോ, പല ആളുകൾക്ക് ഈ സമാർ എന്താ, വാസ് വേർ എന്താ, ഹാവ് ഹാസ് എവിടെയാണ് വെക്കുക എന്നുള്ളതൊന്നും അറിയില്ല. അത് പരിചയപ്പെടുത്തും. അതറിയുന്ന ആളുകളുണ്ടാവും, അതറിയുന്ന ആളുകൾക്ക് ഇത് ഉപകാരപ്പെടില്ലേ? പെടും, ഓഫ് കോഴ്സ് പെടും. കാരണം നിങ്ങൾക്കറിയാത്ത വേറെ കുറേ കാര്യങ്ങൾ നമ്മളിതിൽ പറയുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന 100 കണക്കിന്, അത് 100 എന്ന് പറയുമ്പോൾ 100ഓളം എന്നുള്ളതാണ്, അത് 100ന് അടുത്ത് എന്നുള്ളതാണ്. ചിലപ്പോൾ 100 എത്തിയെന്ന് വരില്ല, 89 80 ഒക്കെ ആയിരിക്കാം. അത്രത്തോളം നിങ്ങൾക്ക് ഇംഗ്ലീഷ് സെൻറ്റൻസസ് അർത്ഥസഹിതം എവിടെ ഉപയോഗിക്കുക എന്നുള്ള കൃത്യമായുള്ള ധാരണയോടെ നിങ്ങൾ പഠിക്കും, നല്ല രീതിയിൽ ക്ലാസ് ഉപയോഗിക്കുകയാണെങ്കിൽ. അടുത്തതാണ്, നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ സാധാരണ വരുന്ന തെറ്റുകളൊക്കെ ഒരുവിധം, ഞാൻ പറഞ്ഞു എല്ലാ തെറ്റുകളൊന്നും ഒരിക്കലും നിങ്ങൾക്ക് മനസ്സിലാവില്ല ഈ ഒരു ചെറിയ കാലങ്ങൾ കൊണ്ട്, ചെറിയൊരു സമയം കൊണ്ട്. സാധാരണ വരുത്തുന്ന ചില തെറ്റുകളില്ലേ, അതൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഒരു ബോധ്യം ഉണ്ടാവും, നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രം. അടുത്തത്, നിങ്ങൾക്ക് ചെറിയൊരു രീതിയിൽ എന്താണ് പാസ്റ്റ്, എന്താണ് പ്രസൻറ്റ്, എന്താണ് ഫ്യൂച്ചർ എന്നുള്ളൊക്കെ ഒരു ഐഡിയ, വ്യത്യാസമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, പിന്നെ പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് സ്ട്രക്ചേഴ്സ്, കുറച്ച് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതായത് ചില സ്ട്രക്ചേഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഉപയോഗിച്ചിട്ട് സെൻറ്റൻസിനൊക്കെ വളരെ എളുപ്പമായിരിക്കും. ചില പാറ്റേൺസ് അത് നിങ്ങൾക്കത് കയറിയാൽ മനസ്സിലാവും, വളരെ ഹെൽപ്ഫുൾ ആവും, പെട്ടെന്ന് സെൻറ്റൻസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയുള്ള കുറച്ച് സ്ട്രക്ചേഴ്സൊക്കെ നമ്മളിതിൽ പഠിപ്പിക്കും, പ്രധാനപ്പെട്ടത്. ഓക്കെ, അതൊക്കെ ഇതിൽ പഠിപ്പിക്കും. ഇനി വേറെ കാര്യം, ഇതൊക്കെ ഞാൻ വളരെ ക്വാളിറ്റിയോടെ ക്ലാസ് നൽകുന്നു പറഞ്ഞല്ലോ, സ്വാഭാവികമായിട്ടും ഓഫ് കോഴ്സ് ഉറപ്പായിട്ടും നമ്മളത് ഫ്രീ ആയിട്ട് നൽകുവാണ്. പക്ഷേ ഒരു ചെറിയൊരു ഉപകാരം നിങ്ങൾ തിരിച്ചു ചെയ്യണം. എന്താണത്? അതാണ് ഇനി പറയാൻ പോണ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എന്നുള്ള. ഒന്നാമത്തേത്, ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്ന നമ്മളെ യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഒന്നാമത്തെ കാര്യം അത്. ഞാൻ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് അയച്ചു തരാം. പിന്നെ ഈ ഒരു യൂട്യൂബ് വീഡിയോയുടെ അടിയിൽ നമ്മളൊരു കമൻറ്റ് ചെയ്തിട്ടുണ്ടാവും, ഒരു കമൻറ്റ് ഉണ്ടാവും. ആ കമൻറ്റിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം ചാനലിനെ കുറിച്ചാണ് പറയുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ പേജാണ്. ആ ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്യണം, എന്നിട്ടൊന്ന് സ്ക്രീൻഷോട്ട് അയക്കണം. കഴിഞ്ഞില്ല, ഈ 2 എണ്ണത്തിൻ്റെ പുറമെ നിങ്ങൾ എന്ത് ചെയ്യണം, അയച്ചു തരുന്ന ഒരു വീഡിയോ ഉണ്ടായിരിക്കും, അതൊന്ന് സ്റ്റാറ്റസ് ഇടണം. നിങ്ങൾ ഇത്ര ചെയ്താൽ അതിന് പുറമെ ഒരു കാര്യം കൂടെ, അയച്ചു തരുന്ന ഒരു ടെക്സ്റ്റ് മെസ്സേജ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ കാര്യമായിട്ട് നിങ്ങൾക്കിപ്പോൾ ഒരു എഫേർട്ട് ഉണ്ടാവുക ഇത് മാത്രമാണ്. വീഡിയോ സ്റ്റാറ്റസ് ഇടുക, ടെക്സ്റ്റ് ഒന്ന് ഫോർവേഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഒരു ഉപകാരം ചെയ്യുമ്പോൾ തിരിച്ചൊരു ഉപകാരം ഇങ്ങോട്ട് ചെയ്യുക എന്നുള്ള നിലക്ക് കണ്ടാൽ മതി. മനസ്സിലായില്ലേ? റൈറ്റ്. അപ്പോൾ നമ്മളെ ഒരു വീഡിയോ ഉണ്ടാവും, അതൊന്ന് നിങ്ങളൊന്ന് സ്റ്റാറ്റസ് ഇടുക. അതുപോലെ നിങ്ങളുടെ ടെക്സ്റ്റ് മെസ്സേജ് ഉണ്ടാവും, അതൊന്ന് പരമാവധി നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ആളുകൾക്ക് എന്ത് ചെയ്യുക, ഒന്ന് ഫോർവേഡ് ചെയ്യുക. പിന്നെ ആദ്യം പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യം എന്താ അറിയോ, നമ്മൾ മെസ്സേജ് അയച്ച ഉടനെ തന്നെ നമ്മളെ നമ്പർ സേവ് ചെയ്യണം. അതിന് ശേഷമായിരിക്കണം നിങ്ങൾ സ്റ്റാറ്റസ് ഇടേണ്ടത്. എന്നാലേ ഞങ്ങൾക്ക് നിങ്ങളെ സ്റ്റാറ്റസ് കാണാൻ പറ്റുള്ളൂ. നിങ്ങളെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല, എന്നാലും നമുക്കൊന്ന് ഒരു ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ പറയാമെന്ന് മാത്രം. കാരണം എല്ലാവരും എങ്ങനെയുള്ള ആളുകളെന്ന് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളതൊന്ന് ചെയ്യുക. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം റെഡിയാണ് എന്ന് പറഞ്ഞിട്ടേ. പിന്നെ ഒരു കാട്ടെ, നമ്മളെ ഗേൾസിനും ബോയ്സിനും വെവ്വേറെ ഗ്രൂപ്പുകളായിരിക്കും, വാട്സപ്പ് ഗ്രൂപ്പേ, ക്ലാസ്സിൻ്റെ ഗ്രൂപ്പുകൾ. ആ ഗ്രൂപ്പിലായിരിക്കും നിങ്ങൾ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഓക്കെ,
ശരി, പറഞ്ഞ പോലെ വർക്കുകളൊക്കെ ചെയ്യണം. പിന്നെ ഒരു കാര്യം, ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് റെഡി ആണെങ്കിൽ മാത്രം റെഡി എന്ന് ടൈപ്പ് ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബൈ പറഞ്ഞ് പോകാം. ഓക്കെ, റെഡി? ഓക്കെ, ബൈ.